ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. കർണാടകയിലെ തുംഗഭദ്ര ഡാം പൊളിഞ്ഞുപോയി. അവിടെ നിന്ന് TMC കണക്കിന് വെള്ളം പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങൾ പരിഭ്രാന്തരാണ്. അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാർ ആശങ്കയിലാണ്. മുല്ലപ്പെരിയാറിന് ഇതേ അവസ്ഥ വരും. നമ്മൾ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ 1 കോടിയധികം ആൾക്കാർ ഇപ്പം വെള്ളത്തിൽ മുങ്ങി മരണപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെയധികം ഭീതികരമായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. സത്യസന്ധമായിട്ട് പറയാം, ഇവിടെ ഈ 2 ഡാമുകളെ കുറിച്ചൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതോടൊപ്പം തന്നെ ഈ 2 ഡാമുകളിലുള്ള ചില കാര്യങ്ങളിൽ ഇപ്പോൾ പുറത്തു വരുന്നതെല്ലാം വളരെ പൂർണ്ണമായി നമുക്ക് യോജിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണോ, അതോ മഴക്കാലം മാത്രം വരുന്ന സമയത്ത് അതിനെ ആൾക്കാർ ചിലയിടത്തെങ്കിലും വെച്ചിട്ട് അതിനെ ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു ചോദ്യം എല്ലായിടത്തും ഉയരുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം, 100 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ഡാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും ആശങ്ക തന്നെയാണ്. അത് മുല്ലപ്പെരിയാർ ഡാം തന്നെയാണ്. ഒരു ഗ്രാവിറ്റി ഡാമാണ്. അതിനകത്ത് അധികൃതർ ഇപ്പോഴും പറയുന്നു അതിനകത്തൊരു പ്രശ്നവുമില്ല. എന്നാൽ ഇവിടെ നിലവിൽ കർണാടകയിലെ തുംഗഭദ്ര ഡാമിന് സംഭവിച്ചിട്ടുള്ളത്, അതർവൈസ് തുംഗഭദ്ര ഡാമിനകത്തുള്ള വെള്ളം അറ്റ്ലീസ്റ്റ് അവിടെ നിന്ന് ഒഴുകിക്കളയുന്ന വെള്ളത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റിയെ കുറിച്ചെങ്കിലും ഒരു ചെറിയൊരു അടിസ്ഥാനം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ആശങ്ക വരത്തില്ല എന്നുള്ള കാര്യം ഞാൻ അടിയുറപ്പിച്ച് പറയുന്നു. കാരണം നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോലും പറ്റാത്തത്ര വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഡാമാണ് നിലവിൽ തുംഗഭദ്ര ഡാം. ഈ 2 ഡാമുകളുടെയും ഏറ്റവും വലിയ പ്രത്യേകത, ഇത് 1945 പണി തുടങ്ങി 51 പണി തീർന്നിട്ടുള്ള ഒരു ഡാമാണ് തുംഗഭദ്ര ഡാം. ആ ഡാമിൻ്റെ അകത്ത് ഇതേ മിശ്രിതം, നമ്മുടെ ഈ സുർക്കി മിശ്രിതം കൊണ്ടാണ് ആ ഡാം പണികഴിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ എല്ലായിടത്തും പ്രചരിക്കുന്ന വാർത്ത ആ ഡാമിൻ്റെ ഷട്ടർ പൊളിഞ്ഞു വീണു എന്നൊക്കെ ഉള്ളതാണ്. അഥവാ അവിടെ ഒരു ഷട്ടർ തകർന്നു, വെള്ളം ഇങ്ങനെ പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് മുഴുവൻ ഷട്ടറുകളും തുറന്നു വിട്ടു എന്നുള്ളതാണ്. എന്നാൽ സത്യം അതാണോ? നമ്മൾ ഫാക്റ്റിലേക്കും കൂടെ പോകണം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് പറഞ്ഞേക്കാം. അവിടെ ഈ പറയുന്ന കർണാടകയിലുള്ള തുംഗഭദ്ര ഡാം, ഇത് പമ്പാസാഗർ ഡാം എന്നാണ് അറിയപ്പെടുന്നത്. തുംഗഭദ്ര ആ റിവറിനകത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, മുല്ലപ്പെരിയാർ അണക്കെട്ട് പോലെ. പക്ഷേ അവിടെ സംഭവിച്ചേക്കുന്നത് ഇതിനകത്തുള്ള ഒരു ഷട്ടറിൻ്റെ ചെയിൻ, അതായത് ചെയിൻ എന്ന് നമ്മൾ പറയുമ്പോൾ വെറും ചെയിനല്ല, വലിയ ഭീമാകാരമായിട്ടുള്ള വലിയ ആ കാലഘട്ടത്തിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള, ഏതാണ്ട് നമ്മുടെ 1945 പണി തുടങ്ങിയെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ സമയത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള അതിനകത്തുള്ള ബലക്ഷയം വന്നിട്ടുള്ള ഒരു ഒരു വളരെ വലിയൊരു ചങ്ങല, ആ ചങ്ങല അതിനെ കെട്ടിത്തൂക്കി ഇടുന്ന ആ ചങ്ങല ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഡാമിലൊക്കെ സന്ദർശിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, വലിയൊരു ചങ്ങലകളിലാണ് ഇത് ബന്ധിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചങ്ങലയ്ക്ക് വന്ന ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അത് ഒരു പൊട്ടി വീണു എന്നുള്ള കാര്യമാണ്. അത് കാരണം അതിൻ്റെ അകത്തു നിന്നുള്ള ഏതാണ്ട് വരുന്ന വെള്ളം അവിടെ നിന്ന് പുറന്തള്ളുന്നുണ്ട്. ആ പുറന്തള്ളുന്നതിൻ്റെ ഭാഗമായിട്ട് മുഴുവൻ ഷട്ടറുകളും മൊത്തത്തിൽ ഒരു സൈഡിൽ കൂടെ വെള്ളം ഇങ്ങനെ ഓവർ ഫോഴ്സിൽ പോകുന്നതിനെ തടയാൻ വേണ്ടിയിട്ട് മുഴുവൻ ഷട്ടറുകളും തുറന്നു വിട്ടു. അതിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അലർട്ട് കൊടുത്തിട്ടുണ്ട്. പ്രളയ ഭീതിയാണ് അവിടെ നിലവിലുള്ളത്. അല്ലാതെ ഒരു കാരണവശാലും മനുഷ്യനെ നശിപ്പിക്കുന്ന രീതിയിലേക്കുള്ള, അല്ലെങ്കിൽ പെട്ടെന്ന് അവിടെ എല്ലാം സംഹാരതാണ്ഡവമായിട്ട് നമ്മൾ കേൾക്കുന്നത് പോലെ മുല്ലപ്പെരിയാർ പൊട്ടി, ആലപ്പുഴ നഗരം പോയി, എറണാകുളം ജില്ല പോയി, തിരുവനന്തപുരം അല്ലെങ്കിൽ പത്തനംതിട്ട വരെ പെട്ടെന്ന് എല്ലാം കടലെടുത്ത് പോകും എന്നുള്ള, അല്ലെങ്കിൽ വെള്ളമെടുത്ത് പോകും എന്നുള്ള രീതിയിലുള്ള ഒരു ആശങ്ക സത്യം പറഞ്ഞാൽ ഈ സ്ഥലത്ത് മുല്ലപ്പെരിയാറിനെക്കാട്ടിലും വെള്ളം തങ്ങി നിൽക്കുന്ന സ്ഥലത്തില്ല എന്നുള്ളത് ഓർക്കുമ്പോഴാണ് ഇതിനകത്തുള്ള കാര്യങ്ങളിൽ ചിലയിടത്തെങ്കിലും നമ്മളെ ചിലർ ഭയപ്പെടുത്തുന്നു, ഭീതിപ്പെടുത്തുന്നുള്ള കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത്. ഇത് കൺസ്ട്രക്ട് ചെയ്തത് 1945 ഇതിൻ്റെ പണി തുടങ്ങുന്നതും 53 ഇതിൻ്റെ പണി കംപ്ലീറ്റ് ആവുന്നതും. ഇതൊരു റിസർവോയർ ഡാമാണ്. റിസർവോയർ ഡാം എന്ന് വെച്ചാൽ ഒത്തിരി ജലം സംഭരിക്കുക. അത് നമ്മളിപ്പോൾ ഡാമുകൾ എന്ന് പറഞ്ഞാൽ പല ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ചിലപ്പോൾ അതിന് ഇലക്ട്രിസിറ്റി ആയിരിക്കും ഉദ്ദേശിക്കുന്നത്, കിലോ വാട്ട് കണക്കിന് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള കാര്യമായിരിക്കും. നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഭാഗം വെച്ചിട്ട് തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളം, നല്ല രീതിയിൽ വെള്ളം കൊണ്ടുപോകുന്നു, അത് അവിടുത്തെ കൃഷി ആവശ്യങ്ങൾക്കാണ്. നമുക്കിവിടെ ഇഷ്ടംപോലെ വെള്ളമുണ്ട്, പക്ഷെ നമ്മുടെ നാട്ടുകാർ കൃഷി ചെയ്യത്തില്ല. അതുകൊണ്ട് തമിഴ്നാട് അത് കൊടുക്കുന്നതുകൊണ്ട് വേറെ തെറ്റും ബുദ്ധിമുട്ടും ഉണ്ടെന്ന് തോന്നുന്നില്ല. അവിടെ കൊണ്ടുപോകുന്ന അതേ അവർ കൃഷി ചെയ്തുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങുന്നുമുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന വെള്ളം അവർ കുപ്പിവെള്ളമാക്കിയിട്ട് അവർ സെല്ല് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന വെള്ളം, ആ വെള്ളത്തിനെ വെച്ചിട്ട് അവർ വളരെ വലിയ രീതിയിൽ വൈദ്യുതി ഉണ്ടാക്കുന്നുമുണ്ട്. ഇങ്ങനെയാണ് അവർ അതിനെ ഉപയോഗിക്കുന്നത്. അത് നമ്മളെ കൊണ്ട് നമ്മുടെ കഴിവില്ലായ്മ തന്നെയാണ്. പണ്ട് കാലങ്ങളിൽ ആരോ ചെയ്ത മണ്ടത്തരങ്ങൾ കാരണം നമ്മൾ ഇന്നും അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു. പക്ഷെ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് തമിഴ്നാട് എന്നുള്ള കാര്യമാണ്. അത് മാത്രമല്ല, മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണെങ്കിലും മുല്ലപ്പെരിയാറിൻ്റെ പൂർണ്ണമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് തമിഴ്നാടാണ്. നമ്മളെല്ലാവരും പറയുന്നു പുതിയ ഡാം വേണം, മറ്റുള്ള കാര്യങ്ങളാണ്, ഈ ഒരു ഡാം തകർന്നു പോകുന്നു. ഇപ്പം നമുക്ക് പറയാനുള്ള ഒരു ലളിതമായ ഉദാഹരണമാണ് നാഗമ്പടം പാലം. ആ പാലം അപകട ഭീതിയിലാണ്, പണ്ട് ബ്രിട്ടീഷുകാർ വെച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാന പ്രതിഷേധങ്ങളൊക്കെ വന്ന് അവസാനം അത് അടച്ചതിന് ശേഷം അത് പൊട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു നടന്ന സമയത്ത് ആ ചുറ്റുപാടും മൊത്തം കുലുങ്ങുന്നതും അല്ലാതെ ഈ ഒരു പാലത്തിൻ്റെ ഒരു പുല്ലും വരുന്നില്ല എന്നുള്ള രീതിയിലേക്കുള്ളൊരു വാർത്ത നമ്മൾ കേട്ടിരുന്നു. നമ്മളിപ്പോൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത് പാലാരിവട്ടം പാലത്തിനെ കുറിച്ചാണ്.
അതായത് നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ഭരണാധികാരികളും ഭരണവർഗ്ഗങ്ങളും ഒരു പുതിയൊരു ഡാം പണിഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം അപകടകരമായിരിക്കും അതിന്റെ മൂട്ടിൽ താമസിക്കാനെന്നുള്ള കാര്യമാണ് ആലോചിക്കേണ്ടത്. ലോകം മുഴുവൻ പല സമയങ്ങളിലും ഡാം കൊളാപ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കൊളാപ്സ് ഉണ്ടായിട്ടുള്ള ഡാമുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അധികം പ്രായമില്ലാത്ത ഡാമുകൾ വരെ കൊളാപ്സ് ആയിട്ടുണ്ട്. അഥവാ ഈ ക്യൂബിക് അടി മീറ്ററുകളിൽ ഇത്രത്തോളം വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ആ ഡാമുകളെ സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞാൽ അതിന് ഭ്രംശമേഖല, അതുപോലെ മറ്റ് പലതരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളുള്ള മേഖലയിലാണെങ്കിൽ തീർച്ചയായിട്ടും മതി പുതിയതൊന്നോ പഴയതൊന്നോ ഒരു കാരണമില്ലാതെ ആ സാധനം പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കൊളാപ്സ് ആയി കഴിഞ്ഞാൽ അപകടവും തീർച്ചയായിട്ടും ഉണ്ട്. ഇതൊരു ഗ്രാവിറ്റി ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം. അതുപോലെ തന്നെ ഇതൊരു റിസർവോയറാണ് നമ്മുടെ ഈ പറയുന്ന നമ്മൾ നിലവിലുള്ള തുംഗഭദ്ര ഡാം എന്ന് പറയുന്നത്. ഈ ഒരു ഡാമിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ 135.5 അടി ക്യൂബിക് ബില്യൺ മീറ്റർ ഫീറ്റിലാണ് ഇതിനകത്ത് വെള്ളം നിറഞ്ഞു കിടക്കുന്നത്. അത്രത്തോളം 3.85 ബില്യൺ ക്യൂബിക് മീറ്റേഴ്സ് ലിറ്റർ വെള്ളം അതിനകത്ത് ഫില്ല് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പോലും പറ്റാത്ത രീതിയിലുള്ള നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഇതിന് എന്തുകൊണ്ടാണ് ഈ ഒരു തുംഗഭദ്ര ഡാം നിർമ്മിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഹൈഡ്രോളിക് പവർ, ഇതിനകത്ത് ഈ ഒരു ഇതിൽ നിന്നും കറണ്ട് വളരെയധികം വൻതോതിൽ 127 മെഗാവാട്ട് വൈദ്യുതിയാണ് ഇതിനകത്ത് നിന്ന് ഈ ഹൈഡ്രോളിക് പവർ സ്റ്റേഷനിൽ നിന്നും ഇവിടെ നിന്നും ഈ വെള്ളത്തിൽ നിന്നും നമ്മുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഇതിൻ്റെ അകത്ത് നിന്ന് ഇറിഗേഷൻ, ഇതിനകത്ത് 2.5 lakhs ഏക്കർ അഥവാ 1,00,000 ഹെക്ടർ സ്ഥലത്തേക്കുള്ള വെള്ളം ഇവിടെ നിന്ന് ഇറിഗേഷനായിട്ട് ഈ സ്ഥലത്തു നിന്നുള്ള നമ്മുടെ ഈ തുംഗഭദ്ര ഡാമിൻ്റെ അവിടെ നിന്ന് കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളത്തിൽ നിന്നും കൃഷിക്കും മറ്റുള്ള വാണിജ്യ ആവശ്യങ്ങൾക്കുമായിട്ട് അതവിടെ പോകുന്നു. അതോടൊപ്പം തന്നെ ടൂറിസവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നു. ഇവിടെ ടൂറിസത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് നമ്മുടെ അധികാരികളെല്ലാം പറയുന്നു മുല്ലപ്പെരിയാർ സേഫാണ്. മുല്ലപ്പെരിയാറിൻ്റെ അകത്തുള്ള തർക്കത്തിൽ കേരളവും തമിഴ്നാടും തമ്മിൽ ആ ഒരു ഡിസ്പ്യൂട്ട് ഇപ്പോഴും തുടരുന്നു. അതിൽ സുപ്രീം കോടതിയുടെ വിധികൾ നിലവിലുണ്ട്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. ഡാം സേഫ്റ്റിയുടെ ആൾക്കാർ വന്ന് നോക്കിയിട്ട് പറയുന്നു ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ കേരളത്തിന് ആശങ്കയുണ്ട്, ഉത്കണ്ഠയുണ്ട്. ഇപ്പോഴും നമ്മുടെ പാർലമെന്റിൽ ഇത് നമ്മുടെ എംപിമാരൊക്കെ അവിടെ ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. കേരള ഗവൺമെന്റിൻ്റെ അകത്ത് മുഖ്യമന്ത്രി പറയുന്നു നിങ്ങൾ ആശങ്ക വേണ്ട, ഭയപ്പെടുത്തുന്നു എന്നൊക്കെ പറയുന്നു. എന്നാലും ഈ സ്വാഭാവികമായിട്ട് നമ്മുടെ മുകളിലൊരു വലിയൊരു ഭയം നിൽക്കുമ്പോൾ ആ ഭയത്തിൽ ആശങ്ക ഉണ്ടാവുന്ന സ്വാഭാവികം. അതിനനുസരിച്ചിട്ട് അധികാരി വർഗം അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു. ഓക്കെ, പറയുന്നത് പോലെ ചിലപ്പോൾ ഒന്നും സംഭവിക്കത്തില്ല, ചിലപ്പോൾ 100 കൊല്ലം കഴിഞ്ഞാൽ സംഭവിക്കത്തില്ലായിരിക്കും, ചിലപ്പോൾ 1000 കൊല്ലം കഴിഞ്ഞാൽ ഇത് പൊട്ടത്തില്ലായിരിക്കും. ഓക്കെ, അത് അങ്ങനെ ചിന്തിക്കാം. പക്ഷേ ആ ഒരു തത്വത്തിൽ അതിനകത്തൊരു ഉറപ്പെങ്കിലും കൊടുക്കാൻ അധികാരി വർഗത്തിന് കഴിയണം. ഇത് നമ്മുടെ നിലവിലുള്ള മുഖ്യമന്ത്രി ആയിട്ടുള്ള ശ്രീ പിണറായി വിജയൻ തന്നെ അദ്ദേഹം അധികാരത്തിലേറുന്നതിന് മുമ്പ് അദ്ദേഹം പണ്ട് നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞു, അന്നത്തെ നമ്മുടെ ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ള ഏതോ മന്ത്രിമാരെയൊക്കെ അദ്ദേഹം കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതാണ് മുല്ലപ്പെരിയാർ അതിന്റെ ചുവടിൽ താമസിക്കുന്ന സാധാരണക്കാരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ അടക്കം അന്ന് സമരം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ സമരം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇന്ന് സർക്കാരിന്റെ ഭാഗമായിരിക്കുന്നവർ, അന്ന് സമരമുഖത്തുണ്ടായിരുന്നവർ ഇന്ന് പറയുന്നു അതിന് യാതൊരു പ്രശ്നവുമില്ല. ശരി, പ്രശ്നമില്ലായിരിക്കാം. ചിലപ്പോൾ വളരെ ഉന്നതരായിട്ടുള്ള ആൾക്കാർ ഒന്ന് നോക്കിയിട്ട് അത് ശരി പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവില്ല. എന്നാൽ അവിടെ താമസിക്കുന്ന പരിസരവാസികളും മറ്റുള്ള ആൾക്കാരും എല്ലാവരും ആ സ്ഥലം സന്ദർശിക്കുകയും അതിനകത്തുള്ള സ്ഥലങ്ങളെല്ലാം നോക്കുകയും മനസ്സിലാക്കുകയും അവിടുത്തെ സമീപവാസികളടക്കം പറയുന്നു, ആ ഗ്രാമത്തിൽ അല്ലെങ്കിൽ ആ നാട്ടിൽ ജീവിക്കുന്നവർ പറയുന്നു ഇത് അപകടത്തിൽ തന്നെയാണ്, കാരണം ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇതിന്റെ ഉത്ഭാവമെന്ന്. ചോദ്യം ഇതൊക്കെയാണ്. എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാമിന് ഇത്രത്തോളം ഒരു 100 കൊല്ലം ഇനി 500 കൊല്ലം വരെ നിലനിൽക്കുമെങ്കിൽ എന്തുകൊണ്ട് ആ സ്ഥലത്തേക്ക് ഒരു തരത്തിലും ആൾക്കാരെ കയറ്റിവിടുന്നില്ല? എന്തുകൊണ്ട് അവിടെ എല്ലാവരും പ്രൊഹിബിറ്റ് ചെയ്യുന്നു? അവിടെ സത്യം പറഞ്ഞാൽ കേരളത്തിന്റെ ഉടമസ്ഥതയിലുള്ള കേരളത്തിന്റെ സ്വന്തം ഡാമിന് ശരിക്കും പറഞ്ഞാൽ അവിടെ പുല്ലുവിലയാണ് കേരളത്തിന്റെ ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം തന്നെ തമിഴ്നാടിന്റെ ആൾക്കാർക്ക് മാത്രമാണ്, അവിടുത്തെ പോലീസും മറ്റതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് മാത്രമാണ് അവിടെ എന്ത് കാര്യം ചെയ്യാനുള്ള ഒരു അനുമതിയുള്ളത്. അതെല്ലാം സത്യം പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. എങ്കിലും അവിടെ നടക്കുന്ന പണികൾ നടന്നിട്ടുണ്ട്. പലതരത്തിലുള്ള അതിനെ സുർക്കി മിശ്രിതം ഒലിച്ചു പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇത് ഗ്രാവിറ്റി ഡാമാണ്, വലിയ വലിയ കല്ലുകൾ അടുക്കി പറക്കി വെച്ചിരിക്കുന്നുണ്ട്, അതൊന്നും സംഭവിക്കത്തില്ല എന്ന് പറയുമ്പോഴും അതിനകത്ത് എന്തുകൊണ്ട് അവിടെ നിന്ന് പൊതുജനങ്ങളെ അവിടെ പ്രവേശിപ്പിക്കുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ പൊതുജനങ്ങളെ പ്രവേശിപ്പിക്കരുത്, അതിൻ്റെ ഉള്ളിലേക്ക് കേരളത്തിൽ നിന്നുള്ള ആൾക്കാരെ പോലും കടത്തിവിടുന്നില്ല എന്നൊക്കെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഉള്ളറകളിൽ വെള്ളം സത്യം പറഞ്ഞാൽ അണതല്ലി പോകുന്നു, ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെന്ന് അവിടെ നിന്ന് മുൻകാലങ്ങളിൽ വന്ന ചില ചിത്രങ്ങളും ഫോട്ടോഗ്രാഫുകളും ഒക്കെ നമ്മളെ കാണിച്ചുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പേടിപ്പെടുത്തുന്നതാണ്. ഇതിനിടയിൽ ഇതിന്റെ ബലം വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തമിഴ്നാട് ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നു. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഭൂമിയിലേക്ക് ഒത്തിരി താഴത്തേക്ക് ഒരുപാട് കോൺക്രീറ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ കുത്തി നിറച്ച് അതിന്റെ ബലം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അടുത്ത 100 കൊല്ലം വരെ പോകത്തില്ല. ഓക്കെ, അധികാരി വർഗമാണ് ഇതിൻ്റെ അകത്തുള്ള കുറ്റവാളികൾ. കാരണം നിങ്ങൾ ശരിക്കും ഉറപ്പ് കൊടുക്കണം. ഇപ്പൊ കേരളം ആയിക്കോട്ടെ തമിഴ്നാടായിക്കോട്ടെ, ഈ രണ്ട് സംസ്ഥാനങ്ങളുടെ അകത്ത് ഇവരുടെ ഇപ്പം കേരളത്തിന്റെ ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചപ്പോൾ തമിഴ്നാട്ടിൽ 5 കോടി കൊടുത്തു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വളരെയധികം
സ്നേഹത്തോടുകൂടി അതിനെ ഏറ്റെടുക്കുന്നു. വയനാടിൻ്റെ ജനങ്ങളെന്നല്ല, നമ്മുടെ കേരളത്തിലല്ല, തമിഴ്നാടിനാണെങ്കിലും നമ്മളൊരു കാര്യം സംഭവിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെ കൂടെ നിൽക്കണം. എങ്കിലും ഭീതിയിൽ നിൽക്കുന്നത് ഒരു ചെറിയ ജനസംഖ്യയല്ല, ചെറുതല്ല, ഒരാളായിക്കോട്ടെ, നമ്മുടെ ജനത ഒരു ആശങ്കയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ഗവൺമെൻറ്റുകളും വളരെയധികം സോഷ്യലിസവും പുരോഗമനവും ആശയപരമായിട്ട് സമൂഹത്തിന് അല്ലെങ്കിൽ ഈക്വാലിറ്റിയെ അല്ലെങ്കിൽ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് ആശയം പിൻപറ്റുന്നവരാണ്. അവർക്ക് പോലും ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് ഒന്നും തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടോ ജനങ്ങളുടെ ഭീതി, ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ചൊരു അവരുടെ ഒരു അഭിപ്രായം പറയുമ്പോൾ അത് ഭീതി പരത്തുന്നൊക്കെ പറഞ്ഞ് അവരെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൻ്റെ അകത്തും ജനങ്ങളുടെ ഭീതി മാറ്റുന്ന രീതിയിൽ എന്തെങ്കിലും അവരുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഇവർ നടത്തണം. ഇപ്പോഴും കേരളം ശക്തമായി വാദിക്കുന്നു ഒരു പുതിയൊരു ഡാമെന്ന്. അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, കേരളം ശക്തമായി ഒരു ഡാമിന് വേണ്ടി വാദിക്കുമ്പോൾ ഏറ്റവും നല്ല ശക്തമായ ഡാം നിർമ്മിക്കാനുള്ള എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമുള്ള ആൾക്കാർ നമുക്ക് ഇവിടെ ഉണ്ടാവുമോ എന്നുള്ളൊരു കാര്യം കൂടെയാണ്. നമ്മുടെ പാലാരിവട്ടം പാളമടക്കം അഥവാ നമ്മളൊരു പുതിയ നിർമ്മിതികൾ ഇവിടെ നാട്ടിൽ വരുമ്പോഴും ആ നിർമ്മിതികൾ നടക്കുന്നു. ഈവൻ വയനാടിൻ്റെ കാര്യത്തിനകത്ത് പോലും ഇപ്പോൾ എന്തുകൊണ്ട് ഗവൺമെൻറ്റുകൾ ഈ മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെത്തട്ടിലേക്ക് അനുവദിക്കുന്ന പണം എത്തുമ്പോഴേക്കും താഴെക്കടയിൽ നിൽക്കുന്ന ആൾക്കാർ എത്ര സ്ഥലങ്ങളിൽ അവരുടെ പൈസ മറ്റുള്ളവരുടെ കീശകളിലേക്ക് പോകുന്നു. നിസാരം പറഞ്ഞാൽ ഒരു പഞ്ചായത്തിൻ്റെ ഒരു വീടിൻ്റെ ലോൺ കിട്ടുകയാണെന്ന് വിചാരിക്കുക. ഒരു 5 ലക്ഷമോ 6 ലക്ഷമോ അല്ലെങ്കിൽ 10 ലക്ഷമോ കിട്ടുന്ന ലോണിൻ്റെ അകത്തുനിന്ന് വരെ പഞ്ചായത്ത് മെമ്പറിനും മറ്റുള്ളവർക്കും അങ്ങനെ ഇങ്ങനെ എല്ലാവരും പിച്ചും പറക്കും കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയൊരു സംഖ്യയ്ക്കാണ് ആ വീട്ടുകാരൻ ആ വീട്ടോടമ ആ വീട് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇത്ര മാത്രം കുത്തഴിഞ്ഞ കാര്യങ്ങൾ ഇന്നും ഈ പുരോഗമന കേരളത്തിൽ നടക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് ഇനി ഒരു പുതിയൊരു ഡാം നമ്മുടെ ഇവിടെ വരുവാണെങ്കിൽ എത്രമാത്രം കോടികൾ വരുന്ന ആ ഒരു ഡാം പ്രോജക്റ്റിൻ്റെ അകത്തുനിന്ന് എത്രമാത്രം പൈസ അഴിമതിയിലൂടെ ഈ പൈസ പോകാൻ സാധ്യത ഉണ്ടെന്നും കൂടെ ചിന്തിക്കുമ്പോഴാണ് ശരിക്കും ഞാൻ ചിന്തിക്കുന്നത് പെനീക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള മുല്ലപ്പെരിയാർ ഡാം ചിലപ്പോൾ ഇതിനെക്കാട്ടിലും അവർ വയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നതിനെക്കാട്ടിലും ശരിക്കും സേഫ് ആണെന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. അല്ലാതെ ഈ ഒരു ഡാം ശരിക്കും എന്നും അജയ്യമായിട്ട് നിലനിൽക്കുമെന്ന ഒരു കാര്യമൊന്നുമില്ല. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, എല്ലാത്തിനും ഒരു ദൈർഘ്യമുണ്ട്. അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാലഹരണപ്പെട്ടതാണ്, അത് നഷ്ടപ്പെടും, നശിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഇതൊരു മെറ്റീരിയലാണ്. ഓക്കെ, ആ ഒരു മെറ്റീരിയലിന് സ്വാഭാവികമായിട്ടും മാറ്റം വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യത്തിന് അതാ പറയുന്നത്. അപ്പം ഇതിനെക്കാട്ടിൽ അപ്പുറം വെള്ളം നിലനിൽക്കുന്ന ഒരു ഡാമാണ് ഇപ്പം നിലവിൽ ഒരു ഷട്ടറിൻ്റെ വെറും ചെയിന് മാത്രം പൊട്ടിയിട്ട് സത്യം പറഞ്ഞ മാധ്യമങ്ങളടക്കം ആ ഒരു കാര്യത്തിന് കൊടുത്ത ന്യൂസ് ശരിക്കും പറഞ്ഞാൽ ആൾക്കാരെ ഭീതിപ്പെടുത്തുന്നതാണ്. അതായത് അത് ഇപ്പം തുംഗഭദ്ര ഡാം ഒലിച്ചു പോയിരിക്കുന്നു, മൊത്തം ഷട്ടറും തുറന്നു വിട്ടിരിക്കുന്നു, ആ മൊത്തം ഇനി അടുത്ത് മുല്ലപ്പെരിയാറിലേക്കാണ്. അങ്ങനെ ഒരു ഭീതി പരത്തുന്നതിനോട് എനിക്ക് യാതൊരു തരത്തിൽ യോജിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല വ്യക്തിപരമായി. ഇനി രണ്ടാമത്തെ ഒരു വലിയൊരു കാര്യം, നിലവിൽ വരുന്ന നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന് വരുന്ന ഒരു വലിയൊരു കർവ് വന്നു, ഒരു ചെറിയൊരു കോണ് പോലെ വന്നിരിക്കുന്നു എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അന്ന് പുറത്ത് വന്നിട്ടുള്ള ഒരു നമ്മുടെ സാറ്റലൈറ്റ് വിഷൻ, അത് നമ്മുടെ ഗൂഗിൾ മാപ്പാണ്. ആ ഗൂഗിൾ മാപ്പിൻ്റെ തന്നെ സാറ്റലൈറ്റ് വിഷൻ എടുത്തിട്ട് നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ നോക്കുക, എന്നിട്ട് അതിനെ നമ്മുടെ 3D മാപ്പിങ്ങിലൂടെ നോക്കുക. ആ 3D മാപ്പിങ്ങിൽ നിന്ന് നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും കാണാൻ വേണ്ടിയിട്ട് പറ്റും അത് ശരിക്കും പറഞ്ഞാൽ ഗ്ലിച്ചാണ്. ആ ഗ്ലിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ സാറ്റലൈറ്റിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോസ് ത്രിമാന ചിത്രങ്ങൾ എന്ന് പറയും. പലതരം ചിത്രങ്ങൾ എടുത്തിട്ട് അത് കൂട്ടിവെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിലുണ്ടാവുന്ന ടെക്നിക്കൽ എറർ മാത്രമാണ്. ഓരോ 3 വർഷം കൂടുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈ പറയുന്ന ഗൂഗിളിൻ്റെ മാപ്പ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അഥവാ ഗൂഗിളിൻ്റെ മാപ്പുകൾ അത് ഈ ഭൂതലത്തിൽ നിന്ന് വീണ്ടും കറങ്ങി അപ്ഡേറ്റ് ചെയ്യുന്നത് 3 വർഷം കൂടുമ്പോഴാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രവിശ്യകൾ മാത്രമാണ് അവർ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കൊടുക്കുന്നുള്ള കാര്യം ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു കോണിപ്പോ മറ്റുള്ള സാധനം ഒടിഞ്ഞിരിക്കുകയോ ഒന്നുമല്ല. അങ്ങനെ സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും ഇത്രയും വരുന്ന വെള്ളത്തിൻ്റെ പവർ എത്ര മാത്രമാണ് ഇല്ലേ. ആ പവർ നമ്മളെ അത് ഒരു നിമിഷം പോലും പിന്നെ ആ ഒരു ഡാമിനവിടെ വച്ചേക്കത്തില്ല, അതിന് മുമ്പ് ഇങ്ങ് വരും. സോ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ചില കിംവദന്തികളൊന്നും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ചിന്തിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഇനി നമ്മുടെ തുംഗഭദ്ര ഡാമിലേക്ക് വരികയാണെങ്കിൽ ആ ഡാം ശരിക്കും പറഞ്ഞാൽ അത് കൃഷ്ണഭാഗ്യ ജല നിഗം ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ആണ് ഈ ഒരു നമ്മുടെ കർണാടക സർക്കാരിൻ്റെ കീഴിൽ അത് പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് തുംഗഭദ്ര ഡാമും നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമും തമ്മിലുള്ള ചെറിയൊരു ഇത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് മുല്ലപ്പെരിയാർ ഡാം നമ്മുടെ ഇത് കേരളത്തിലാണെങ്കിലും അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് തമിഴ്നാടാണ്. പക്ഷേ നമ്മുടെ തുംഗഭദ്ര ഡാം ലൊക്കേഷൻ അത് കർണാടകയിൽ തന്നെയാണ്. കർണാടകയിൽ നിന്നും അത് തെലങ്കാന മറ്റുള്ള സ്ഥലങ്ങളിലേക്കും കൂടെ അതിൻ്റെ അകത്ത് വെള്ളവും മറ്റുള്ള കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ ഇത് കർണാടക സർക്കാരും തെലങ്കാന സർക്കാരും കൂടെ ചേർന്നുകൊണ്ടുള്ളൊരു പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ഈ 105 TMC 1000 മില്യൺ ക്യൂബിക് ഫീറ്റാണ് ഇതിനകത്തുള്ള കപ്പാസിറ്റി. എവിടെ നമ്മുടെ തുംഗഭദ്ര ഡാമിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ഈ ഇവിടേക്ക് വരാം, നമ്മുടെ കേരളത്തിലെ മുല്ലപ്പെരിയാറിലേക്ക് വന്നാൽ ചിന്തിക്കുക, അവിടെ 105 TMC ആണ് എങ്കിൽ ഇവിടുത്തെ കപ്പാസിറ്റി വെറും 15.65 TMC ആണ്. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് നമ്മുടെ കേരളം മൊത്തം കൊണ്ടുപോകും എന്ന് പറയുന്ന വെള്ളം
ശരിക്കും പറഞ്ഞാൽ അപ്പോൾ തുങ്കഭദ്രയിൽ നിൽക്കുന്ന വെള്ളത്തിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പോലും പറ്റും. ഇതിനെക്കാട്ടി എത്ര ഇരട്ടി വെള്ളമാണ് അവിടെ നിൽക്കുന്നത്. അതായത് ഇവിടുത്തെ കപ്പാസിറ്റി 15.65 TMC ആണെങ്കിൽ അവിടെ 105 TMC ആണ്. ഓക്കെ, ഏതാണ്ട് ഓൾമോസ്റ്റ് ഒരു 10 ഇരട്ടിയോളം അല്ലെങ്കിൽ ഒരു 8 ഇരട്ടിയോളമെങ്കിലും വരും അവിടുത്തെ വെള്ളം നിൽക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിനെക്കാട്ടിലും വളരെ വലിയ റിസർവോയർ ആണ് ഈ പറയുന്ന ഈ തുങ്കഭദ്ര ഡാം എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അവിടുത്തേതാണെങ്കിൽ ഇറിഗേഷൻ, ഹൈഡ്രോളിക് പവർ ജനറേഷൻ ആൻഡ് ഫ്ലഡ് കൺട്രോൾ, അവിടുത്തെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പം പുറത്തേക്ക് തള്ളുന്ന വെള്ളം കാരണം അവർക്ക് ഇനി അടുത്ത വെയിലൊക്കെ വരുന്ന സമയത്ത്, ചൂടുകാലം വരുന്ന സമയത്ത് അവർക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ട് വരും, കൃഷിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരും, ഭയങ്കരമായിട്ടുള്ള ക്ഷാമം വരും എന്ന് അവർ മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു വെള്ളം ഒത്തിരി വെള്ളം ഒഴുക്കിക്കളഞ്ഞാൽ മാത്രമേ, അതിൻ്റെ പകുതിയോളം വരുന്ന വെള്ളമെങ്കിലും ഒഴുക്കിക്കളഞ്ഞാൽ മാത്രമേ അവർക്ക് ആ ഒരു പണി ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് അതിനെ വീണ്ടും ആ ഒരു ഷട്ടർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനി നമ്മുടെ ഇവിടുത്തെ മുല്ലപ്പെരിയാറിൻ്റെ പർപ്പസ് ഹൈഡ്രോളിക് പവർ ജനറേഷൻ, ഇറിഗേഷൻ ആൻഡ് വാട്ടർ സപ്ലൈ, ഇതെല്ലാം പോകുന്നത് പക്ഷേ തമിഴ്നാടിനാണെന്ന് മാത്രം നമുക്കതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. പണ്ടാരാണ്ടെങ്ങോ ഒരു 999 കരാർ എഴുതി കൊടുത്തിട്ട് പൊട്ടന്മാരാക്കപ്പെട്ട ഒരു മലയാളി സമൂഹം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നിങ്ങളും ഞാനും അടങ്ങുന്ന സമൂഹമാണ് സുഹൃത്തുക്കളെ. ഇതിപ്പോഴും വിശ്വസിക്കണം. എന്നിട്ട് അവിടെ നിന്ന് പറയുന്ന അധികാരി വർഗ്ഗങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം അക്ഷരം തൊടാതെ വാ തൊടാതെ അങ്ങ് വിഴുങ്ങുകയും വേണം എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇക്കാര്യത്തിൻ്റെ അകത്ത്. പിന്നെ അവിടുത്തെ ഡാമിൻ്റെ പൊക്കം എന്ന് പറയുന്നത് 45 മീറ്റർ 149 അടിയാണ്. നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ ഉയരം എന്ന് പറയുന്നത് 176 അടിയാണ്, 53.6 മീറ്ററാണ്. 1200 ഫീറ്റ്, അത് 365.8 മീറ്ററാണ് നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ ലെങ്ത് വരുന്നത്. അവിടെയാണെങ്കിൽ 2849 ഫീറ്റ്, 870 മീറ്റർ ആണ് അവിടുത്തെ ഡാമിൻ്റെ തുങ്കഭദ്രയുടെ ലെങ്ത് എന്ന് പറയുന്നത്. പിന്നെ അവിടുത്തെ പവർ ജനറേഷൻ 150 മെഗാവാട്ടാണ്. നമ്മുടെ മുല്ലപ്പെരിയാറിൽ ഉള്ളത് 127 മെഗാവാട്ടാണ്. ഇറിഗേഷൻ ആണെങ്കിൽ 1.2 lakhs ഏക്കർ എന്ന് വെച്ചാൽ 0.5 ലക്ഷം ഹെക്ടറാണ് നമ്മുടെ മുല്ലപ്പെരിയാറിനെങ്കിൽ അവിടത്തത് അപ്പോൾ നമ്മുടെ തുങ്കഭദ്ര 2.5 lakhs ഏക്കർ, 1 lakh ഹെക്ടേഴ്സ് ആണ്. അതായത് നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പോലും പറ്റാത്തത്ര വെള്ളം അവിടെ സംഭരിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. തുങ്കഭദ്ര ഡാം എന്ന് പറയുന്നത് ലാർജർ കപ്പാസിറ്റി ഉള്ള ഒരു ഡാമാണ്. അതായത് 105 TMC, നമ്മുടേതാണെങ്കിൽ വെറും 15.65. വെറും എന്ന് ഞാൻ പറഞ്ഞ് തരം താഴ്ത്തുന്നതല്ല, സത്യം പറഞ്ഞാൽ അവിടുത്തെ ഇതുകൊണ്ടായിരിക്കാം ശരിക്കും ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യത്തിൻ്റെ അകത്ത് ഇത്രയും വളരെ വലിയ 105 TMC വെള്ളം കൊള്ളുന്ന തുങ്കഭദ്രയിൽ പോലും അവിടുത്തെ ഡാമിൻ്റെ പഴയകാലത്തെ ഡാമാണ്, എന്നാൽ മുല്ലപ്പെരിയാറിന് അത്രയും പഴക്കമില്ലെങ്കിൽ പോലും അവിടുത്തെ ഡാമിൻ്റെ ഒരു ചെയിന് മാത്രമാണ് ഇത്രയും കാലമായിട്ട് പൊട്ടിയിട്ടുള്ളത്. പിന്നെ 2009 ഒരിക്കലും ചെറിയൊരു പ്രശ്നം, ഇതുപോലൊരു സംഭവം ഫ്ലഡ് കാരണം വന്നിട്ടുണ്ട്. എന്നിട്ടും ആ ഒരു നിർമ്മിതിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല എന്നുള്ളതും കൂടെ നിങ്ങൾ ഈ നിമിഷം ചിന്തിക്കണം. ഓക്കെ, പിന്നെ തുങ്കഭദ്ര ഡാം 2849 ഫീറ്റ് വലിപ്പമുള്ളതാണ്. നമ്മുടെ അത് മൊത്തത്തിൽ നോക്കുമ്പോഴേക്കും ഒരു വലിയ ഡാം, നമ്മുടെ മുല്ലപ്പെരിയാറിനെക്കാട്ടിലും വളരെ വലുതും അതുപോലെ തന്നെ മുല്ലപ്പെരിയാറിൻ്റെ അത്രയും പഴയതല്ലെങ്കിലും പഴക്കം ചെന്നതുമായിട്ടുള്ള സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ചൊരു ഡാമാണ് ഈ പറയുന്ന നമ്മുടെ തുങ്കഭദ്ര ഡാം. ഓക്കെ, അപ്പം ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളടുത്ത് പറയുന്നത്, പലതരത്തിലുള്ള റൂമേഴ്സ് ഇറങ്ങുന്നതിനെ അതങ്ങനെ പൂർണ്ണമായിട്ടും നമ്മുടെ മാനസിക നിലയെ തകർക്കുക, അല്ലെങ്കിൽ നമ്മളെ എല്ലാവരും അറബിക്കടലിൽ കാണാം. ഓക്കെ, ഒരു മനുഷ്യൻ്റെ ഭീതിയെ അടയാളപ്പെടുത്തുമ്പോൾ അതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയ പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർ, രാഷ്ട്രീയത്തിൽ അവർ പണ്ട് കാലത്ത് രാഷ്ട്രീയം പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടും തോന്നിപ്പിക്കുന്ന രീതിയിലാണ്. ഇന്ന് നോക്കുമ്പോഴേക്കും ഇതിൻ്റെ ഫാക്റ്റ് ഇതാണ് എന്ന് പറയുന്നത് പോലെയാണ്. ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത്, ജനങ്ങളുടെ ഭീതിക്ക് ഒരു വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ രണ്ട് സംസ്ഥാനങ്ങളുണ്ട്, രാജ്യങ്ങൾ തന്നെയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ, ഇന്ത്യ ചിലപ്പോൾ ഇതിനെക്കാട്ടിലപ്പുറം കാര്യങ്ങൾക്ക് ചിലപ്പം പലതും അയവ് വന്നേക്കാം. എന്നാൽ കേരളവും തമിഴ്നാടും ഭയങ്കര ഒരു കടക്കയിൽ ഇരുന്ന് നടക്കുന്നത് പോലെ തോന്നിപ്പിക്കുമെങ്കിലും ഈ മുല്ലപ്പെരിയാറിൻ്റെ കാര്യം വരുമ്പോഴേക്കും അടുക്കുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇപ്പം നിലവിൽ ഇതിനകത്ത് എന്ത് തന്നെ കൊളാപ്സോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടായി ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വെള്ളം ഒഴുകി വന്നിരുന്നാലും ആർക്ക് നശിച്ചാലും ആര് നശിച്ചാലും തമിഴ്നാട് അതിനകത്ത് യാതൊരു അതിനകത്തൊരു പ്രശ്നമില്ലാത്ത രീതിയിലുള്ള നിലപാടാണ്. അവർ പറയുന്ന 1000 കൊല്ലം കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടത്തില്ലെന്നാണ്. എന്നാൽ ഞാൻ പറയുന്നത് ചില ഭീതികരമായിട്ടുള്ള കാര്യങ്ങൾ ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യുന്ന ഒഴിച്ചാൽ നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ ആശങ്കയ്ക്ക് പരിഹാരം കാണേണ്ടത് ഉണ്ട്. ഇവിടുത്തെ കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും BJP ആണെങ്കിലും, കേന്ദ്രം ഭരിക്കുന്നത് BJP, കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാ പാർട്ടിക്കാരന്മാർ ചേരുന്ന ഇന്ത്യ മുന്നണി, കോൺഗ്രസും ഇവരൊക്കെ കൂടി ചേർന്നുകൊണ്ടുള്ള ഇതിനകത്ത് അലയൻസും ഉണ്ട്. ഇടതുപക്ഷത്ത് ചേരുന്ന സംഭവം, ഇടതുപക്ഷവും കോൺഗ്രസൊക്കെ ചേരുന്നത്, അതുപോലെ തന്നെ കേന്ദ്രത്തിൽ BJP ഉണ്ട്. എല്ലാവർക്കും കൂടി ചേർന്നുകൊണ്ട് മനുഷ്യനെ ഒരു വില, മനുഷ്യ ജീവന്റെ വില ഉണ്ടെങ്കിൽ നിങ്ങൾ ഇരുന്നു കൊണ്ട് സംസാരിച്ച് ജനങ്ങൾക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കുക. ഇവിടെ നിന്ന് വരുന്ന കുമിഞ്ഞു കൂടുന്ന
ആയിരക്കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിന് കോടി രൂപ അങ്ങോട്ട് വരുന്നുണ്ട്. നമ്മുടെ ഈ മുല്ലപ്പെരിയാർ ഡാം കൊണ്ട് മാത്രം തമിഴ്നാട്ടിലുണ്ടാകുന്ന വരുമാനം എന്ന് നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു ഡാം പണിയാൻ വേണ്ടിയിട്ട് തമിഴ്നാട് എന്തുകൊണ്ട് പുറകോട്ട് പോകുന്നു വെച്ചാൽ, മറ്റൊരു ഡാം പണിഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാടിന് കിട്ടുന്ന വരുമാനം കുറയും. അതോടൊപ്പം തന്നെ പുതിയൊരു ഡാം നിർമ്മിച്ചു കഴിഞ്ഞാൽ കേരളം ഒരുപാട് ഉപാധികൾ വയ്ക്കും. അതുപോലെ തന്നെ ഈ ഡാമിന് വേണ്ടിയിട്ടുള്ള പൈസ കണ്ടെത്തുമ്പോൾ ആ ഡാമിന്റെ വേണ്ടിയിട്ടുള്ള പൈസ കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ട് കുറെ പൈസ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് വരും. പിന്നെ അവരുടെ പക്ഷേ കൃഷിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ലക്ഷക്കണക്കിന് പാവപ്പെട്ട ഒരു കർഷകർ അവിടെ ഉണ്ട്. അപ്പം ആ കർഷകരൊക്കെ തീർച്ചയായിട്ടും ഇവർക്കെതിരെ വരും. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം തന്നെ മാറി മറിയും. അപ്പം എല്ലാം രാഷ്ട്രീയമാണ്, ഇവിടെയും രാഷ്ട്രീയമാണ്, അവിടെയും രാഷ്ട്രീയമാണ്. ഇവരുടെ കനത്ത രാഷ്ട്രീയ കളി, കേന്ദ്രത്തിലും രാഷ്ട്രീയമാണ്. ഈ കനത്ത രാഷ്ട്രീയ കളികൾ കാരണമാണ് ശരിക്കും പറഞ്ഞാൽ മുല്ലപ്പെരിയാറിന് ഒരു പ്രോബ്ലം ഇല്ലെങ്കിൽ പോലും ഇവരുടെ രാഷ്ട്രീയമാണ് അതിനെക്കാട്ടും ക്രൂരവും സത്യം പറഞ്ഞാൽ ദുരന്തവുമായിട്ട് എനിക്ക് പല സമയങ്ങളിലും തോന്നിയിട്ടുള്ളത്. എന്തായിരുന്നാലും വിദൂരമായിട്ടാണെങ്കിലും ആ ഒരു ഭീതി നിലനിൽക്കുന്ന ആ ആൾക്കാർക്ക് ആശ്വാസമായിട്ട് ഈ രണ്ട് മന്ത്രിമാരും ചേർന്നുകൊണ്ട്, എന്തെങ്കിലും തരത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ചേർന്നുകൊണ്ട് എല്ലാവരും ഇപ്പോൾ സുരേഷ് ഗോപി വന്നാൽ എല്ലായിടത്തും മാറ്റിക്കളയും, അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ എല്ലാം ശരിയായി കളയുന്നൊക്കെ എല്ലാവരും കാലാകാലങ്ങളിൽ പറയും. വോട്ടെടുത്ത നിങ്ങൾ ഞാനൊക്കെ മണ്ടന്മാരാണെന്ന് തോന്നിക്കുന്ന വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളോട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തുംഗഭദ്ര അണക്കെട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നും സംഭവിച്ചിട്ടില്ല. അവിടുത്തെ ഷട്ടർ മാത്രമാണ്, ഷട്ടറിന്റെ ഒരു ചങ്ങല മാത്രമാണ് പൊട്ടിയിട്ടുള്ളത്. അത് അവർ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അല്ലാതെ അവിടെ ആ ഡാമിന്റെ മൊത്തം സ്പിൽവേയിലൂടെ വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. വെള്ളം നിറഞ്ഞു കുമിഞ്ഞു കൂടി അവിടുത്തെ മുഴുവൻ ഷട്ടറുകളും തുറന്നു വിട്ട് ആ ഷട്ടറെല്ലാം പൊളിഞ്ഞു പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ അടിസ്ഥാനരഹിതമായ വെറും ഒരു കെട്ട് കഥകൾ മാത്രമാണ്. അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മിത്തോ സത്യമോ എന്തോ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. അത് പരിഹരിക്കാൻ ഇവിടുത്തെ ഗവൺമെന്റുകളും സർക്കാരുകൾക്കും ഒരുപോലെ ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇനി അടുത്ത 5 വർഷം മറ്റൊരാൾ ഭരിക്കുമ്പോൾ വന്നിരുന്നിട്ട് എവിടെയെങ്കിലും ഒന്ന് കവലപ്രസംഗം നടത്തിയിട്ട് ഇതാ മുല്ലപ്പെരിയാർ ആശങ്കയിലാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരുത്തന്മാരും വരരുത്. ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരന്മാരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ഗൈസ് ബൈ.